ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. വാസു ജ്യോതിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം ചന്ദ്രിക പിറകിൽ നിൽക്കുന്നത് വാസു ശ്രദ്ധിച്ചതേയില്ല. ചന്ദ്രിക ഒക്കെ കേട്ട് നിൽക്കുകയാണ്. വാസു ജ്യോതിയോട് പറയാണ്, ജ്യോതി, മാല കാണാതായ വിവരം ജാനകി എങ്ങനെയോ അറിഞ്ഞു. ജോലിക്കാരിയാണ് മാലയെടുത്തത് എന്ന് പറഞ്ഞ് പഴി ഞാൻ അവളുടെ മേൽ ആക്കിയിട്ടുണ്ട്. എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഭഗവാന് തന്നെ അറിയാം. ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ചന്ദ്രികയെ കാണുന്നത് വാസു ചന്ദ്രികയെ കണ്ട ഉടൻ ഞെട്ടി. എന്ന് പറയാണ്. ചന്ദ്രിക നല്ല ധൈര്യത്തോടെ അവിടെ നിൽക്കുകയാണ്. ചന്ദ്രിക ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഫോണിൽ ആരാ? ജ്യോതിയാണോ? കൃത്യമായി കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. ഒരുപക്ഷെ ഞാൻ സംസാരിച്ചത് ഇവൾ കേട്ട് കാണോ? കേട്ട് കാണില്ല. വാസു അവിടെ മൗനമായി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ മറുപടിയില്ലേ? ഞാൻ ആരോട് സംസാരിച്ചാലും നിനക്കെന്താ ചന്ദ്രികയെ? നീ എന്തിനാ വന്നതെന്ന് പറയും. അമ്മാവനോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നിന്നോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. എങ്കിൽ തന്നെ നിന്നോട് ഞാൻ എന്തിനാ സംസാരിക്കുന്നേ? നോക്ക്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോകുന്നു. പോവല്ല. അങ്ങനെ ധൃതി പിടിച്ചാലെങ്ങനെയാ ശരിയാവുക? എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയിക്കോളൂ. ശരി, എന്താ കാര്യമെന്ന് വേഗം പറയും. നിങ്ങൾ മാറുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അതിന് ഒരു ഉദ്ദേശവും ഇല്ല എന്ന് തോന്നുന്നു. നീ എന്താ പിച്ചും പേയും പറയുന്നേ? ഞാൻ പിച്ചും പേയും ഒന്നുമല്ല പറയുന്നത്. അല്ല, ജാനകി അമ്മയുടെ മാല കാണാനില്ല എന്ന് പറയുന്നത് കേട്ടോ. വാസു ഒന്ന് ഞെട്ടി. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, അതിനിടയിൽ ഇവളെങ്ങനെ ഈ വിവരം അറിഞ്ഞു? എന്താ ഇത്, ഇവളെങ്ങനെ അറിഞ്ഞു എന്നല്ലേ ചിന്തിച്ചത്? ജാനകിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചന്ദ്രിക ചോദിക്കുകയാണ്, ഈ ഫോട്ടോയിൽ അമ്മായി ധരിച്ചിരിക്കുന്ന മാലയല്ലേ കാണാതായത്? വാസു ജാനകിയുടെ മാലയും ജാനകിയുടെ ഫോട്ടോയും കണ്ടപ്പോൾ ഞെട്ടിത്തരിച്ചു പോയി. അതെ, ആ മാല നീ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കണ്ടിരുന്നു, മറ്റൊരാളുടെ കഴുത്തിൽ. അപ്പോൾ വാസു പെട്ടെന്ന്, വേറൊരാളുടെ കഴുത്തിൽ കണ്ടെന്നോ? ആരാണെന്ന് പറയൂ. അയാളെ ഇപ്പം തന്നെ പോലീസിൽ വിളിച്ച് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അയാളെ അഴിയണിക്കണം. ആരാണെന്ന് പറയൂ. അങ്ങനെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ അമ്മാവാ. കാരണം അത് അണിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണല്ലോ. അത് കേട്ട് വാസു ഞെട്ടാണ്. നീ എന്തായി പറയുന്നേ? അപ്പം ചന്ദ്രിക, നിങ്ങൾ ജാനകി അമ്മായി വഞ്ചിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ കഴിയുന്നില്ലേ, ജ്യോതി? ആ ജ്യോതി ഇതേ മാല കഴുത്തിലിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഇനി പറയണം, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണോ? ജ്യോതി ആ മാല ഇട്ടിരിക്കുന്നത് നീ കണ്ടോ? വാസു മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, നോക്ക് ചന്ദ്രികയെ, അതേപോലത്തെ ഒരു മാല മാത്രമാണോ ഈ ലോകത്തുണ്ടാവും? അതുപോലൊരു 100 എണ്ണം ഉണ്ടാവും. മാലയാണ് ഈ മാലയെന്ന് നിനക്കെങ്ങനെ പറയാൻ സാധിക്കുന്നത്? നോക്ക്, എൻ്റെ ചോദ്യത്തിന് ഒക്കെ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. ചന്ദ്രിക പറയാ, ഞാൻ ഈ മാല മാത്രമല്ലല്ലോ കണ്ടത്. നിങ്ങൾ ആ ജ്യോതിക്ക് കെട്ടുകളായി പണം കൊടുക്കുന്നതും കണ്ടു. നിങ്ങൾ എന്തിനാ ജ്യോതിക്ക് പണം കൊടുത്തത്? പണം കൊടുത്തതുപോലെ ഒരുപക്ഷെ ജാനകി അമ്മയുടെ മാലയും നിങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുത്തതാണെങ്കിലോ? നോക്ക് ചന്ദ്രികയെ, ജാനകിയുടെ മാല ഞാൻ ജ്യോതിക്ക് കൊടുത്തിട്ടേ ഇല്ല. ഇതൊന്നും നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അല്ല, ഈ കാര്യത്തിൽ നീ എന്തിനാ വെറുതെ തലയിടുന്നത്? നോക്ക്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ തലയിടണ്ട. അതാണ് നിനക്ക് നല്ലത്. നിങ്ങളാണ് ആ മാല എടുത്തുകൊണ്ട് പോയി ജ്യോതിക്ക് കൊടുത്തത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദയവ് ചെയ്ത് ആ മാല ജ്യോതിയുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങി അമ്മായിക്ക് കൊടുത്തേക്ക്. അതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ വാസു, നോക്ക്, ഈ വിരട്ടലൊന്നും എന്നോട് കാണിക്കാൻ നിൽക്കണ്ട. പിന്നെ നടക്കുന്നത് മറ്റൊന്നായിരിക്കും. ചന്ദ്രിക ഗൗരവത്തോടെ പറയാണ്, അങ്ങനെ എന്താ നടക്കാൻ പോകുന്നത് എന്ന് ഒന്ന് കാണാലോ. നിങ്ങൾ ആ മാല എടുത്തുകൊണ്ട് പോയി ജ്യോതിക്ക് കൊടുത്തതും പോരാഞ്ഞ് ആ പാവം കാർത്യായനിയുടെ മേൽ ഏൽപ്പിക്കാമെന്നോ? എന്നിട്ട് ജ്യോതിയെ ഭീഷണിപ്പെടുത്താതെ കാർത്യായനിയെ ഭീഷണിപ്പെടുത്തുന്നു. അവരൊരു പാവാണ്, ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കരുതി അല്ലേ? അത് കേട്ട് വാസു ചിരിക്കുകയാണ്. ഒരു ജോലിക്കാരിക്ക് മറ്റൊരു ജോലിക്കാരിയായ നീ സപ്പോർട്ട് ചെയ്യുന്നോ? ചന്ദ്രിക, ഞാനൊരു ജോലിക്കാരിയായിരുന്നോളാം, പക്ഷേ ഞാൻ ഈ കാര്യം വെറുതെ വിടുമെന്ന് മാത്രം വിചാരിക്കണ്ട. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നീ ചെയ്തോ. മാല ഞാൻ എടുത്തിട്ടേയില്ല. നിങ്ങളാണ് അമ്മായിയുടെ മാല എടുത്തുകൊണ്ടുപോയി ജ്യോതിക്ക് കൊടുത്തത് എന്നുള്ള തെളിവ് ഞാൻ അധികം വൈകാതെ കണ്ടുപിടിക്കും. പറ്റുമെങ്കിൽ നീ തെളിയിച്ചോ. ആ മാല ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ. വാസു പോയതിനു ശേഷം ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, വാസു അമ്മാവൻ ഇത്ര ഉറപ്പിച്ചിട്ട് പറയുന്നുണ്ടല്ലോ ആ മാല എടുത്തിട്ടില്ലെന്ന്. ഒരുപക്ഷെ ജ്യോതി ഇട്ടിരുന്നത് വേറെ മാലയായിരിക്കുമോ? ജ്യോതിയുടെ കയ്യിൽ നിന്നും ആ മാല വാങ്ങിക്കൊണ്ടുവന്ന് ജാനകിയുടെ അമ്മായിയുടെ കയ്യിൽ കൊടുക്കണം. എന്നാലേ ഇത് അതേ മാലയാണോ വേറെ മാലയാണോ എന്ന് മനസ്സിലാവും. അതുവരെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. വാസു ചിന്തിക്കുകയാണ്. ക്ഷേത്രത്തിൽ വെച്ച് ജ്യോതിയെ കണ്ടപ്പോൾ ചന്ദ്രിക ആ മാല ജ്യോതിയുടെ കഴുത്തിൽ കണ്ടു കാണും.
ഉറപ്പായും ജ്യോതിയെ അന്വേഷിച്ച് ചന്ദ്രിക ചെല്ലും. അതിനു മുമ്പ് ഞാൻ ജ്യോതിയെ വിളിച്ച് കാര്യങ്ങൾ പറയാം. വാസു പെട്ടെന്ന് തന്നെ ജ്യോതി വിളിച്ചു. അപ്പോൾ ജ്യോതി, ഹലോ, പറയൂ വാസു. ജ്യോതി, നീ ഇപ്പോൾ വീട്ടിലുണ്ടോ? അതെ, എന്ത് പറ്റി? ഒരു പ്രശ്നമുണ്ട് വാസു പറയാം. എന്ത് പ്രശ്നം? കഴിഞ്ഞ ആഴ്ച ക്ഷേത്രത്തിൽ വെച്ച് നമ്മളോട് ചന്ദ്രിക സംസാരിച്ചില്ലേ? ആ, അപ്പോൾ നിന്റെ കഴുത്തിലുണ്ടായിരുന്ന ജാനകിയുടെ ആ മാല ചന്ദ്രിക കണ്ടു. ജ്യോതി ഒന്ന് ഞെട്ടി. അപ്പോൾ വാസു, ഇപ്പോൾ ആ മാല കാണുന്നില്ല എന്ന് പറഞ്ഞ് ജാനകി അന്വേഷിക്കുന്നു. വേലക്കാരിയാണ് മാലയെടുത്തത് എന്ന് പറഞ്ഞ് അവളുടെ തലയിൽ ആക്കാമെന്ന് കരുതി. ആ, പക്ഷേ ജോലിക്കാരി അതെടുത്തില്ല, ജ്യോതിയുടെ കഴുത്തിൽ കണ്ടിരുന്നു എന്ന് ചന്ദ്രിക എന്നോട് സത്യം ചെയ്ത് പറഞ്ഞു. മര്യാദയ്ക്ക് ആ മാല കൊണ്ടുവന്ന് ജാനകിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. ജ്യോതി, എന്തായി പറയുന്നത്? ചന്ദ്രിക നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ? അതേ ജ്യോതി, എനിക്ക് നല്ല പേടിയുണ്ട്. ഒരുപക്ഷെ ആ മാലയെക്കുറിച്ച് അന്വേഷിച്ചറിയാൻ ചന്ദ്രിക നിന്നെ തേടി അവിടെ എത്തും. എന്തായാലും നീ ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷേ ചന്ദ്രികയുടെ വാക്ക് കേട്ട് ഞാൻ നിനക്ക് ആ മാല തന്നതാണെന്ന് സമ്മതിക്കുകയേ ചെയ്യരുത്. നോക്കിക്കൊള്ളണം ജ്യോതി. ശരി ജ്യോതി. ആ, അവൾ വന്നാൽ ഞാൻ നോക്കിക്കൊള്ളാം. എന്തായാലും നീ കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കണം. ചന്ദ്രിക അവിടെ വന്നാലുടൻ നീ എനിക്ക് ഫോൺ ചെയ്യണം. ശരി. അയ്യോ, ചന്ദ്രിക വളരെ മോശം സ്ത്രീയാണല്ലോ. ഒരുപക്ഷെ അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചേക്കും. ആ മാലയെടുത്ത് ഒളിപ്പിച്ചു വെച്ചേക്കാം. അപ്പോഴേക്കും ചന്ദ്രിക സ്കൂട്ടിയുമായി അവിടെ എത്തി. ചന്ദ്രിക അകത്തേക്ക് കയറി വരികയാണ്. അപ്പോഴാണ് ജ്യോതി മാലയെടുത്ത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. ചന്ദ്രിക വന്ന് കതകിൽ മുട്ടുകയാണ്. ജ്യോതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കാം. ജ്യോതി വന്ന് കതക് തുറന്നു. ചന്ദ്രികയെ കണ്ടൊന്ന് ഞെട്ടി. ജ്യോതി ചന്ദ്രികയോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇവിടെ വന്നത്? ഒന്നുമില്ല, നിന്നെ കാണാൻ വന്നതാ. നിന്റെ ഈ ഭീഷണിയൊക്കെ മറ്റാരുടെങ്കിലും മതി. വേഗം നീ ഇവിടുന്ന് പോകാൻ നോക്ക്. അപ്പോൾ ചന്ദ്രിക, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, താമരപ്പൂവിൻ്റെ ലോക്കറ്റുള്ള ആ ചെയിൻ എനിക്ക് വേണം. നീ പറഞ്ഞതുപോലെ എനിക്കാരും മാലയൊന്നും കൊണ്ടുവന്ന് തന്നിട്ടില്ല. അപ്പോൾ വാസു തന്ന ചെയിൻ നിന്റെ കയ്യിലില്ല. വെറുതെ ആവശ്യമില്ലാതെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ ചന്ദ്രിക പറയാണ്, പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനല്ല, നീയാ. ജാനകി അമ്മായി ആ മാല കാണുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് തളർന്ന് ഇരിക്കുക. നീയാണെങ്കിൽ ആ മാലയും വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. മര്യാദയ്ക്ക് ആ മാല ഇങ്ങ് തന്നേക്ക്. എന്താ നീ കളിയാക്കാണോ? നീ പറയുന്നത് പോലെ ഒരു മാലയും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ള മാല നീയായിട്ട് തന്നാൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ തന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അപ്പോൾ ജ്യോതി, എന്താടി, എന്നെ കണ്ടിട്ട് നിനക്ക് നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടോ? എന്നെക്കുറിച്ച് നിനക്ക് അറിയില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ നീ വീട് വരെ എത്തില്ല. നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? ഇതുപോലെ നിന്നെപ്പോലുള്ള ഒരുമ്പട്ടവൾമാർ തന്നെയാ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നത്. നല്ലവരൊക്കെ പേടിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ പോലെ ഇരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. നിന്റെ തൊലി ഉരിച്ചു വിടും. മര്യാദയ്ക്ക് നീ ആ ചെയിൻ തന്നോ? നീ ഇവിടുന്ന് മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ ചേട്ടനെ വിളിക്കും. അദ്ദേഹം വന്നാൽ പിന്നെ നിന്നെ ശരിയാക്കി കളയും. നിനക്ക് ചേട്ടനൊക്കെ ഉണ്ടോ? എങ്കിൽ അയാളെയും കൂടെ വിളിക്ക്. എന്താടി നീ ഒരുപാടാവുന്നുണ്ടല്ലോ, നീ ഒന്ന് പുറത്തേക്ക് പോകാൻ നോക്കടി, പോവാനാ പറഞ്ഞ് എന്ന് പറഞ്ഞ് ചന്ദ്രികയെ തള്ളി താഴെ ഇട്ടു. ചന്ദ്രിക എണീറ്റ് ജ്യോതിയുടെ അടുത്ത് പോയിട്ട്, എടി എന്താടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേഹത്ത് കൈവെക്കുന്നോ എന്ന് പറഞ്ഞ് ജ്യോതിയുടെ മുഖത്തൊരടി വെച്ച് കൊടുത്തു. തീർത്ത് കളയും നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ജ്യോതിയെ തള്ളി സോഫയിലിട്ടു ചന്ദ്രിക. ആ മാല നിന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോകുമെന്ന് വിചാരിച്ചോ? ചന്ദ്രിക നേരെ ജ്യോതിയുടെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോൾ ജ്യോതി വിളിക്കുകയാണ്, ചന്ദ്രികയെ. ചന്ദ്രിക അളമാരിയുടെ ചാവി അതിൻ്റെ മുകളിൽ തന്നെ കണ്ടു. അപ്പോൾ ചാവി എടുത്ത് അളമാര തുറക്കുകയാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അളമാര തുറന്ന് നോക്കുന്നത്? വിട് റെഡി എന്ന് പറയുകയാണ് ചന്ദ്രിക. അപ്പോൾ ജ്യോതി അവളുടെ ഇടയിൽ കയറിയിട്ട്, മാറി നിൽക്കടി, പൊടി എന്ന് പറഞ്ഞ് അവളെ തള്ളി താഴെയിട്ടിട്ട് പറയാണ്, പൊടി, നീ പൊടി എന്ന് പറഞ്ഞ് ചന്ദ്രിക ജ്യോതിയെ തള്ളി താഴെയിട്ട്. നിനക്കെന്താടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ബോക്സ് മാത്രം വെച്ചിരിക്കല്ലേ, ഞാൻ വരുമെന്ന് കരുതി മാല ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ? അപ്പോൾ മാല ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് തലയാണി പൊന്തിച്ച് നോക്കും, ബെഡ് പൊന്തിച്ച് നോക്കുകയൊക്കെ ചെയ്യാണ് ചന്ദ്രിക. ചന്ദ്രികയെ, നിന്നോട് പോകാനല്ലേ പറഞ്ഞേ? ചന്ദ്രികയെ, പോകാൻ. വായടക്കടി. മാല ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചന്ദ്രികയെ, പോകാനാ പറഞ്ഞത്. ജ്യോതിയെ തള്ളി താഴെയിട്ടിട്ട് ചന്ദ്രിക പറയാണ്, മര്യാദയ്ക്ക് ഇവിടുന്ന് മാറി നിന്നോ, ചെയിനില്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ചന്ദ്രിക അളമാരിയുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്ത് വലിച്ചെറിയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ വരും എന്ന് കരുതി എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ? അതിൻ്റെ അടിയിൽ നിന്നും ജ്യോതിയുടെയും വാസുവിൻ്റെയും ഫോട്ടോ കിട്ടി. നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. അപ്പോൾ ആ ചെയിനും ഇവിടെ എവിടെയോ ഉണ്ട്. മാല ഇവിടെ ഇല്ല, ഞാൻ പറയുന്നത് കേട്ടില്ലേ? എന്തിനാ ഇതെല്ലാം വാരി വലിച്ച് എറിയുന്നത്? ചന്ദ്രികയെ, നീ എവിടെ നോക്കിയാലും നിനക്ക് മാല കിട്ടില്ല. ശരി, ചെയിനില്ലെങ്കിൽ വേണ്ട, നീ തന്നെ ഉണ്ടല്ലോ.
നിന്നെ കൊണ്ടുപോയി ജാനകി അമ്മയുടെ മുന്നിൽ നിർത്തി എല്ലാ സത്യങ്ങളും വിളിച്ചു പറയണം. അതിൻ്റെ കൂടെ ചന്ദ്രിക അവരുടെ ഫോട്ടോസും എടുത്തു. ആ നടക്കടി എന്ന് പറഞ്ഞ് ജ്യോതിയെ തള്ളിക്കൊണ്ടുപോവാണ്. ഏയ് നടക്കടി ഇങ്ങോട്ട്. ഏയ് ചന്ദ്രികയെ വിടാൻ. നടക്ക് നടക്ക് നടക്കടി. ഏയ് ചന്ദ്രിക എന്നെ വിടാനാ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നോ? നടക്കടി നടക്കാനാ പറഞ്ഞത്. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരാനാ നിന്നോട് പറഞ്ഞത്. ഏയ് ഓട്ടോ ഓട്ടോ എന്ന് പറഞ്ഞ് ഓട്ടോയ്ക്ക് കൈ കാണിച്ച് രണ്ടുപേരും അതിൽ കയറി. ചന്ദ്രികയെ മര്യാദയ്ക്ക് എൻ്റെ കൈ വിടാനാ പറഞ്ഞത്. ഞാൻ വരുന്നില്ല, ഞാൻ വരില്ല. കയറോടി ഇതിൽ. നീ എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയോ? മര്യാദയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞത്. ഇല്ല, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വിടില്ല. നിന്നെ ജാനകി അമ്മയുടെ അരികിൽ എത്തിക്കണം. രണ്ടും ഓട്ടോയിൽ നിന്നും ഗുസ്തിയാണ്. ഏയ് ചന്ദ്രികയെ കൈവിട്. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? ഏയ് മര്യാദയ്ക്ക് വന്നാൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അടിച്ച് നിന്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റും ഞാൻ. എത്ര നാളെന്ന് വെച്ചാൽ നീയും വാസു സാറും ചേർന്ന് ജാനകി മഠത്തെ ഇങ്ങനെ പറ്റിക്കുക? ഇനി മുതൽ അവരുടെ വാതിൽ പടിക്കൽ പോലും നീ വരാൻ പാടില്ല. ആ രീതിയിൽ ലോക്ക് ചെയ്യും ഞാൻ. നീ നോക്കിക്കോ. ചന്ദ്രികയുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ, ഫ്രെയിം ചെയ്ത ഫോട്ടോ വലിച്ച് ജ്യോതി പുഴയിലേക്ക് എറിഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രികയുടെ അടികിട്ടി. ഏയ് എന്തിനാണ് നീ ആ ഫോട്ടോ വാങ്ങി വലിച്ചെറിഞ്ഞത്? നീ ഇപ്പോൾ എന്ത് വെച്ചാൽ നീ ഞാനും വാസുവും തമ്മിൽ ബന്ധമുണ്ടെന്ന് നീ സ്ഥാപിക്കാൻ? ആ ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ബന്ധമില്ലെന്നാണോ അർത്ഥം? നിങ്ങൾ രണ്ടുപേരുടെയും കള്ളത്തരം ഞാൻ ഇന്ന് പൊളിക്കും. ഇന്ന് ജാനകി മേഡത്തിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരുടെയും തനി നിറഞ്ഞാൽ പുറത്തു കൊണ്ടുവരും. ജ്യോതി ചന്ദ്രികയോട് പറയാണ്, വിട് എന്നെ വിട്. അപ്പോൾ ചന്ദ്രിക മിണ്ടാണ് നിൽക്കടി അവിടെ. ജാനകിയും വാസുവും മുത്തശ്ശിയും മേഘയും ഒക്കെ സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാനല്ലേ പറഞ്ഞത്? വരാൻ. ആളെ പറ്റിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് മനോഹരൻ വേലക്കാരിയും കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ്. വിട് സാറേ, വിട് വിട് എന്നെ. അപ്പോൾ മനോഹരൻ പറയാണ്, ചേച്ചിയുടെ മാല ഇവളാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത്. മനോഹരൻ പറയാണ്, ദേ നോക്ക്, ഇവളെ വിട്ടുകളയരുത്, എവിടേക്കെങ്കിലും ഓടിപ്പോകും. ഇവളെ ഉടനെ തന്നെ പോലീസിലേൽപ്പിച്ച് 4 എണ്ണം കൊടുത്താലേ ഇവള് മാല എവിടെയാണ് ഉള്ളതെന്ന് പറയൂ. അപ്പോൾ കാർത്തിക പറയാണ്, അയ്യോ എന്തിനാ എൻ്റെ മേൽ ചെയ്യാത്ത കുറ്റം ചുമത്തുന്നത്? 10 രൂപയാണെങ്കിലും അധ്വാനിച്ചുണ്ടാക്കണം എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാനൊരിക്കലും മറ്റുള്ളവരുടെ സാധനങ്ങൾ ആശിക്കാറില്ല. ജാനകിക്കപ്പം നല്ല ദേഷ്യം വന്നു. ജാനകി പറയാണ്, വായടക്ക്, നിൻ്റെ വിശദീകരണങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഭാരതി പറയാണ്, അപ്പോൾ ജാനകി, നിനക്ക് 3 പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും എന്ന്. എനിക്ക് അപ്പം തന്നെ തോന്നിയതാ. ഇപ്പം അത് സത്യമാവുകയും ചെയ്തു. മേഡം, ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് സത്യം ചെയ്ത് പറയുക, ഞാൻ എടുത്തിട്ടില്ല. വാസുവിന് ദേഷ്യം വന്ന് എണീറ്റ് പറയാണ്, ഏയ് സ്വന്തം മക്കളെ തൊട്ട് സത്യം ചെയ്യുന്നത് നിന്റെ കുടുംബത്തിൻ്റെ താല്പര്യമായിരിക്കും. മര്യാദയ്ക്ക് മാല നീ തന്നെയാണ് എടുത്തതെന്ന് സമ്മതിക്ക്. ഇല്ലെങ്കിൽ നിനക്ക് ഉടൻ തന്നെ ജയിലിൽ പോകേണ്ടി വരും. ഞാനെന്തിനാ ജയിലിൽ പോകുന്നത്? ഞാൻ ആ മാല എടുത്തിട്ടില്ല സാർ. വാസു തുറപ്പിച്ച് പറയാണ്, നീ തന്നെയാ ആ മാല എടുത്തത്. കാർത്തിക പറയാണ്, ഞാൻ എടുത്തോ ഇല്ലയോ എന്നുള്ളത് ആ ഭഗവാൻ അറിയാം. ആര് ആ മാല എടുത്തിട്ടുണ്ടെങ്കിലും അയാൾ ഒരിക്കലും നന്നാവില്ല, നശിച്ചു പോകും. കാർത്തിക ദേഷ്യത്തോടെ പറയാണ്. കാർത്തിക വീണ്ടും സങ്കടത്തോടെ പറയാണ്, ഇല്ല, ഒരിക്കലും നന്നാകത്തില്ല. വാസു മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ ഇവൾ വല്ലാതെ ശപിക്കുകയാണല്ലോ, ഇവളെ ശാപം വല്ലതും ഏൽക്കുവോ? നോക്ക്, നീ എന്തിനാ ഇപ്പം ഇങ്ങനെ കരയുന്നത്? നീ എന്തോ കുടുംബ പ്രാരാബ്ദം കൊണ്ട് എടുത്ത് വിറ്റു. ഞാൻ തന്നെ മാലയെടുത്തു എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് സമ്മതിച്ചിട്ട് മാല എടുത്തു കൊടുക്ക്. ആ മാല പണയം വെച്ചിട്ട് എടുത്തതിന് പകരമായിട്ട് നീ ജോലി ചെയ്ത് കടം വീട്ട്. ഇല്ലെങ്കിൽ നീ ജയിലിൽ പോയി കമ്പി എണ്ണേണ്ടി വരും. സാറേ, എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് വലിയ വരുമാനങ്ങളൊന്നുമില്ല. ഞാൻ ജോലി ചെയ്താലേ എൻ്റെ കുടുംബം പോറ്റാൻ പറ്റൂ. സാർ എന്നെ പോലീസിന് പിടിച്ചു കൊടുത്താൽ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും? ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ എന്തിനാ സാറേ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നത്? പിന്നെ എവിടെയെങ്കിലും ശമ്പളം ഇല്ലാത്ത ജോലി ചെയ്യുന്നത് എനിക്ക് പറ്റില്ല സാറേ. മനോഹരൻ വാസുവിനോട് പറയണം, ഇതാ കണ്ടില്ലേ, എന്തൊരു അഹങ്കാരമാണ് അവൾക്ക്. അത് വിചാരിച്ച് ഇവളെ അങ്ങനെ വെറുതെ വിടരുത്. പോലീസിൽ പിടിച്ചു കൊടുത്തിട്ട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ എല്ലാം പുറത്തു കൊണ്ടുവരും. അപ്പോൾ ജാനകി പറയണം, ദേ നോക്ക് കാർത്തിയാനി, നിന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുന്നതൊന്നും നമ്മുടെ വലിയൊരു ആഗ്രഹമൊന്നുമല്ല. എനിക്കെൻ്റെ മാല കിട്ടണം, അത്ര തന്നെ. ഒരുപക്ഷെ നീ അത് വിറ്റു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ വിറ്റു, എപ്പോൾ വിറ്റു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങ് തുറന്നു പറയും. അല്ലെങ്കിൽ നിന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറയും. കാർത്തിക വീണ്ടും പറയാണ്, സത്യമായിട്ടും ഞാൻ ആ മാല എടുത്തിട്ടില്ല. ഞാൻ മോഷ്ടിച്ചെങ്കിലല്ലേ എനിക്കത് എവിടെ വിറ്റു എന്ന് പറയാൻ പറ്റൂ. നിരപരാധിയായ എന്നെ വിട്ടിട്ട് നിങ്ങൾ ശരിക്കുള്ള കള്ളനെ കണ്ടുപിടിക്കും. കാർത്തിയാനി, കള്ളൻ എന്ന് നീ ആരെയോ കുറ്റപ്പെടുത്തുന്നു. വാസു എണീറ്റ് പറയാം.
ആ മാല മോഷ്ടിച്ചത് നീ തന്നെയാ. ആരതി അവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ജാനകിയെയും വേലക്കാരിയെയും പരസ്പരം നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രിക ജ്യോതിയെയും കൂട്ടി വന്ന് വലിച്ചിഴച്ച് അവരുടെ മുന്നിലിട്ടിട്ട് പറയാണ്, നിങ്ങൾ കാണാതായി എന്ന് പറയുന്ന മാല അത് ഇവളുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, എൻ്റെ ചെയിൻ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ വരുന്നത്? ഈ ജ്യോതി വാസു സാറുമായിട്ട് വളരെ അടുപ്പത്തിലാണ്. ഈ മാല കാണാനില്ല എന്ന് പറഞ്ഞ് അമ്മായി അറിയാതെ ജ്യോതിക്കാണ് കൊണ്ടുപോയി കൊടുത്തത്. സിദ്ധുവിന് ദേഷ്യം വന്നു. ചന്ദ്രികയെ എന്താ സംസാരിക്കുന്നത് എന്ന് വല്ല ബോധമുണ്ടോ? ആവശ്യമില്ലാതെ അച്ഛനെന്തിനാ നീ കുറ്റപ്പെടുത്തുന്നത്? അമ്മയുടെ അതേ മാല തന്നെയാണ് ജ്യോതിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നത്. എങ്കിലോ നിന്റെ കയ്യിൽ എന്താണുള്ളത്? ഇത് ഞങ്ങളുടെ കുടുംബക്കാരെ, ഇത് ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാം, സിദ്ധു ചന്ദ്രികയോട് പറയാണ്. ആദ്യം നീ ഇവിടുന്ന് പോകാൻ നോക്ക്. ചന്ദ്രിക സിദ്ധുവിൻ്റെ ആ സംസാരം കേട്ട് ഷോക്കടിച്ചതുപോലെയായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.